നമ്മുടെ ദൃശ്യങ്ങളിൽ മാത്രമാണ് ഇത് പ്രേക്ഷകർ ഇത് കാണുക. അത് രക്ഷാപ്രവർത്തകർക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിൽ നമ്മളതിനെ ക്രമീകരിക്കുന്നതാണ്. ഇതിൽ നമ്മളുടെ ധാരണയനുസരിച്ച് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഇത്രയും പേർ ഇനി കാണാനുണ്ട്. അവരെയാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും തിരയേണ്ടത്. ഈ ദൃശ്യങ്ങളിലുള്ളതിൽ ഈ രക്ഷപ്പെട്ടവരെ ഈ 4 പേർ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ കണ്ടു. 2 പേർ വണ്ടിയുടെ അടിയിൽ നിന്നിതായിപ്പോൾ വരും, ഒരാൾ പുറകിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ 4 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ വണ്ടിയോടൊപ്പം ഓടിയിരുന്നവർ. ബാക്കിയുണ്ടായിരുന്നവർ എവിടെ എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർ അവിടെ നോക്കൂ, ഈ ദൃശ്യങ്ങൾ നോക്കൂ, പച്ച ദൃശ്യങ്ങളിലുള്ളത് പ്രേക്ഷകർക്ക് കാണാം. അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളാണ്. മറ്റുള്ളവർ എവിടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ഇതിൽ ഒരാൾ ബസ് വരുന്നതിന് തൊട്ട് ഭാഗത്ത് ഈ 2 റെഡ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ആ 2 റെഡ് ഉണ്ടായിരുന്ന ആളുകൾ ഈ നേരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. അവർ ഈ പാലത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അവർ ആ ഭാഗത്തൂടി രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ആ ബസ്സിൻ്റെ തൊട്ട് താഴെ പുഴയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. ഒരിക്കൽ കൂടി നമുക്ക് ആ റെഡ് ഗ്രീൻ സ്ട്രക്ചർ കൊടുത്തേക്കാം. ഇപ്പോൾ നോക്കൂ, ആ അപകടം നടക്കുന്ന സമയത്ത് അവർ